ഹായ് ഓൾ, ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ ഏച്ചിയേട്ടനും UK നിന്ന് തിരിച്ചു വരികയാണ്. അവർ കൊച്ചിയിലാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞാനും ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരവിന്ദേട്ടനും കൂടെ പിക്ക് ചെയ്യാൻ പോവാണ് അവരെ കൊച്ചിയിലേക്ക്. ഞങ്ങൾ 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ പകുതി വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നോർമലി എല്ലാവരും വ്ളോഗിൽ ചെയ്യുന്ന മാതിരി ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നു. ആ നേരം ഈ അരവിന്ദേട്ടൻ എന്നെ കളിയാക്കി കൊണ്ടേയിരുന്നു. ഗൈസ് ഇതാണ് ദോശ, ഗൈസ് ഇതാണ് റെഡ് ചട്നി, ഗ്രീൻ ചട്നി എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നീണ്ട 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം എയർപോർട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. നീണ്ട 4 മണിക്കൂർ യാത്ര എന്ന് പറയുന്നത് വണ്ടി ഓടിച്ച ആൾക്ക് മാത്രമേ ബാധകമുള്ളൂ. ഞാൻ പകുതി മുക്കാഭാഗവും ഉറങ്ങി തൂങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ ഒടുവിൽ കുറേ കാത്തിരുന്ന് ചേച്ചിയേട്ടനും ഇവിടെ എത്തി. ഇതാണ് എൻ്റെ ചേച്ചിയേട്ടനും. അങ്ങനെ നമ്മൾ അവരെയും കൂട്ടി ലുലു മോളിലേക്കാണ് ഫസ്റ്റ് പോയത്. ഓരോ ഷോപ്പിൽ കയറി അതിൻ്റെ ഓരോ പ്രൈസ് ടാഗ് കണ്ട് അതേപോലെ തിരിച്ചിറങ്ങുന്ന സീനാണിത്. ഷോപ്പിൽ കയറി ഏട്ടനും ഏച്ചിയും സ്പ്രേ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ലുലു മോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെയുള്ള പാരഗണിൻ്റെ ഔട്ട്ലെറ്റിലായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ 1:30 ഞങ്ങൾ ഇവിടെ വന്ന് പേരെഴുതി കൊടുത്തിട്ട് 3 മണിക്കാണ് ഫുഡ് കഴിക്കാൻ കയറുന്നത്. അത്രയും നേരം തിരക്കായിരുന്നു ഇവിടെ. അങ്ങനെ ഒടുവിൽ കാത്തിരിപ്പിന് ശേഷം ഒരു ടേബിൾ കിട്ടിയതിൻ്റെ സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നത്. വിശന്ന് വലഞ്ഞിരിക്കുന്ന സിംഹത്തിൻ്റെ മുന്നിൽ ചിക്കൻ ബിരിയാണി ഇട്ട് കൊടുത്ത എഫക്റ്റ് ആയിരുന്നു എല്ലാവർക്കും. ടേബിളിലേക്ക് സാധനം എത്തിയത് മാത്രം ഓർമ്മ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഐസ്ക്രീം മേടിക്കാനായിരുന്നു പോയിരുന്നത്. അവിടെ നിന്നുള്ള കുറച്ച് ഷോ ഓഫുകളാണിത്. നമ്മൾ വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നായിരുന്നു. അതും കൊളാക്കി. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണിനി. അങ്ങനെ വീട്ടിലെത്തി എല്ലാവരെയും കണ്ടു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് UK മാമിയും മാമനും കൂടെ യാശുവിൻ്റെ കൂടെ ഒരു കേക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.